ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആരാധകരുടെ ഓരോ ആവശ്യങ്ങൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ക്ലബിനകത്ത് കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത 5 താരങ്ങളെ ക്ലബ്ബ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് ഒരു വിദേശ താരത്തെ ഇപ്പോൾ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത സീസണിലേക്ക് 2 മികച്ച ഇന്ത്യൻ പ്രതിരോധ നിര താരങ്ങളെ ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്ത്യൻ വിങ്ങർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെ മറ്റൊരു വിദേശ താരത്തെ കൂടി ക്ലബ്ബിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് എന്ന കാര്യം ആശിഷ് നേഗി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴിതാ മനോരമ അക്കാര്യത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന സ്ട്രൈക്കറായ കോമെ പെപ്രയ്ക്ക് ടീമിലുള്ള സ്ഥാനം നഷ്ടപ്പെടാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് അത്ര ഒരു സംതൃപ്തിയൊന്നുമില്ല. അതായത് 15 മത്സരങ്ങളിൽ നിന്നും 4 ഗോളുകൾ നേടിയ പെപ്രയെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോൺ അടിസ്ഥാനത്തിൽ ഐ ലീഗിലെ ഏതെങ്കിലും ക്ലബിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് എന്നാണ് മനോരമ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പകരം മറ്റൊരു മികച്ച സ്ട്രൈക്കറെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ച ക്ലബ്ബുകളിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ഗോളുകൾ ലഭിച്ചിട്ടില്ല. ഫിനിഷിംഗ് മോശമാണ്. അത് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മറ്റൊരു വിദേശ സ്ട്രൈക്കർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും പെപ്രക്ക് സ്ഥാനം നഷ്ടമാകാനും മറ്റൊരു വിദേശ താരം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ക്ലബ്ബിലേക്ക് എത്താനുമുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.